കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് ഇന്ന് അതിൻ്റെ തുടർ പഠനമാണ്. ഹല്ലേലൂയ. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രഭാഷകൻ 3:3-4 വരെയുള്ള വാക്യം. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവരുടെ അടിത്തറ ഇളക്കും. പ്രഭാഷകൻ 3:9. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിനു തുല്യമാകും. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. പ്രഭാഷകൻ 3:16. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പ്രഭാഷകൻ 3:12. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞതയോട് ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. സുഭാഷിതം 30:17. ഈ വചനങ്ങളെല്ലാം നമ്മെ ശുദ്ധീകരിക്കട്ടെ. പലപ്പോഴും നമുക്ക് ഈ വചനങ്ങളൊക്കെയും പാലിക്കുവാൻ കഴിയാതെ വരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത അവസ്ഥയിൽ കടന്നുപോയിട്ടുണ്ട്. അതിനെല്ലാം പശ്ചാത്തപിച്ചുകൊണ്ട് കർത്താവിനോട് മാപ്പിരന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും മാതാപിതാക്കൾ നമ്മുടെ സാന്നിധ്യത്തിൽ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ യേശു നമ്മളുടെ കൂടെയുണ്ട്. നമ്മളെ കാണുന്ന ദൈവം, നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം, നമ്മൾ എന്ത് വിചാരിച്ചാലും അതൊക്കെയും മനസ്സിലാക്കി നമുക്ക് മറുപടി നൽകുന്ന ദൈവം. അങ്ങനൊരു ദൈവം നമ്മളുടെ കൂടെ ഉള്ളപ്പം നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. ഈ വചനങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിനോട് മാപ്പ് പറഞ്ഞ് നമ്മളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരപ്പനും അമ്മയും വളരെ വേദനയോട് എൻ്റെ മുമ്പിൽ കരയുകയുണ്ടായി. 4 മക്കളുണ്ട്. ഈ 4 മക്കളും അവരെ നോക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപാട് തിന്മയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പകരം കൊടുക്കുവാൻ എന്ത് നിങ്ങളുടെ കയ്യിലുണ്ട്? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ചെയ്ത നന്മകൾക്ക്. ജനിച്ചപ്പോഴേ അവർ നിങ്ങളെ നശിപ്പിച്ചില്ല. ജനിച്ചപ്പോഴേ അവർ നിങ്ങളെ ഉപദ്രവിച്ചില്ല. അവർ താലോലിച്ച് വളർത്തി നിങ്ങളെ വലുതാക്കി നിങ്ങളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുപോയി ഉന്നത വിദ്യാഭ്യാസം തന്നു, നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തന്നു. എന്നിട്ട് ആ മാതാപിതാക്കളെ നോക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? വളരെ കഷ്ടം. പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കാത്തവർക്ക് എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? നിൻ്റെ സഹോദരങ്ങൾ എപ്പോഴും സഹോദരങ്ങൾ തന്നെയാണ്. പക്ഷേ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. അപ്പം ആപത്തിൽ പങ്കുചേരുന്ന മക്കളാണ് യഥാർത്ഥ മക്കൾ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ. അങ്ങനെ നമുക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവരെ വേദനിപ്പിക്കരുത്. ഈ വചനത്തിൽ ഒന്നും മാറ്റം വരുന്നില്ല. കർത്താവ് നമ്മളെ വചനം നൽകി ഓരോ വിധത്തിലും നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. നമ്മളെ പേടിപ്പിക്കുകയല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വചനങ്ങളൊക്കെ വായിക്കാം, ധ്യാനിക്കാം, വചനത്തോടൊപ്പം ആയിരിക്കാം. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് ബഹുമാനമുണ്ട്, ഒരുപാട് ഐശ്വര്യമുണ്ട്, ഒരുപാട് ജ്ഞാനമുണ്ട്. എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് മേടിച്ചെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗത്തിലെ പിതാവ് തരുന്ന ദാനമാണ്, താലന്തുകളാണ്. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൽ നിന്നെല്ലാം വാങ്ങിച്ചെടുക്കുന്ന മക്കളാകണം. ഹല്ലേലൂയ. അങ്ങനെ സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവും സ്വർഗവും സ്വർഗവും തുറന്ന് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളുടെ എല്ലാവരുടെ മേലിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥൻ നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.